ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവോ അങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇവിടെ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചക്ര ക്ലെൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചക്ര ക്ലെൻസ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ആ ഒരു ചക്ര ക്ലെൻസ് ചെയ്യുക. കാരണം നമ്മുടെ ചക്രങ്ങളിലാണ് നമുക്ക് പുറത്തു നിന്നുള്ളതാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് വരുന്ന കുറേ നെഗറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന നെഗറ്റീവ്സും ഒക്കെ ചക്രയിലാണ് ബ്ലോക്കായിരിക്കുക. അപ്പോൾ ഈ ഒരു ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഊർജ കേന്ദ്രങ്ങളാണ്. അപ്പോൾ എനർജി ഫ്ലോ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാം. നമുക്ക് മണി ബ്ലോക്കേജസ് ഉണ്ടാകാം. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എത്തിക്കണമെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ശരീരത്തിന് മാത്രം പോരാ ആ ഒരു സ്ട്രെങ്ത്, നമ്മുടെ മനസ്സിന് കൂടി സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, കാമായിട്ട് ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ അവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ പോലും അതിൽ നിങ്ങൾ അസ്വസ്ഥതപ്പെടാതിരിക്കാൻ ഈ ഒരു സമയം ശ്രമിക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കാരണം മറ്റുള്ളവർ തരുന്ന കാര്യങ്ങൾ അത് നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുക, അല്ലാതുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഇതിൽ കുറേ ആളുകൾക്കും നമ്മളെ വിമർശിക്കുമ്പോൾ ടെൻഷൻ വരുന്ന അല്ലെങ്കിൽ വിഷമങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിമർശനങ്ങളെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വേയിലൂടെ കാണാൻ ശ്രമിക്കുക. ആ വിമർശനത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മൾ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹം, അത് എക്സ്പീരിയൻസ് ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ളൊരു ആകാംക്ഷ, അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. അതായത് ക്ലിയർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് വളരെ
ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തകൾ. അപ്പോൾ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പണ്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റാതിരുന്ന പല കാര്യങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വേദനകളൊക്കെ എന്തുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വന്നത്, എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ അന്ന് സംഭവിച്ചത്. ഇപ്പോൾ ചില ജോലി നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ചില വ്യക്തികൾ അകന്നു പോയതോ അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ഒന്നും തന്നെ ശാശ്വതമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ ഒരുപാട് തിരിച്ചറിവുകൾ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു ചലഞ്ചൊക്കെ എടുക്കാൻ നിങ്ങൾ ഇവിടെ താല്പര്യപ്പെടുന്ന എനർജി കൂടി കാണുന്നുണ്ട്. അതായത് പണ്ട് എന്തെങ്കിലും തരത്തിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്നും ഒളിച്ചോടി പോയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തു ചലഞ്ച് വന്നാലും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളത്. മാത്രമല്ല ഇവിടെ നമുക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 7 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒന്ന് റിസ്ക് എടുക്കാനൊക്കെ തീരുമാനിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ വിജയിച്ചിട്ടില്ല. നമുക്കൊരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഈ ഒരു സമയം നിങ്ങളിൽ ചില ആളുകൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ അത്തരത്തിൽ റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിന് തൊട്ട് താഴെ വന്നിട്ടുള്ളത് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളിവിടെ എന്തു കാര്യത്തിനാണോ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദമോ പ്രണയമോ അങ്ങനെയൊക്കെ ഈ സമയം തോന്നാം. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ഒരു പാസ്റ്റ് മെമ്മറീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ ആ ഒരു പ്രണയം ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവുമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹൃദയത്തിൽ നിന്നുമാണ് ചോയ്സ് എടുക്കേണ്ടത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് പ്രണയം തോന്നുമെന്നുള്ളതാണ്. ചിലപ്പോൾ അവരെ കാണാൻ തോന്നുമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്കൊരു സഹായവുമായിട്ട് ഒരു വ്യക്തി എത്തിച്ചേരുന്ന സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനാണോ സഹായം ആവശ്യമുള്ളത് അവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് നൽകാനായി ഒരു വ്യക്തി എത്തുന്നുണ്ട്. അതായത് നിങ്ങളോട് ഏറെ ഇഷ്ടമുള്ളൊരു വ്യക്തി നിങ്ങളെ സഹായിക്കാൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സപ്പോർട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഈ സമയം നിങ്ങളെ കാണാൻ വരുന്നതുമാകാം. അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടാകാം. കാരണം ചിലപ്പോൾ ഒരു മെസ്സേജോ കോളോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാകാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാകാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക്
സമയം അനുകൂലമാകുന്നു എന്നാണ്. അതായത് നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ സഹായങ്ങളൊക്കെ, അതൊക്കെ പല വഴികളിലൂടെ തിരികെ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ സഹായിച്ച വ്യക്തി ആകണം എന്നില്ല നിങ്ങളെ തിരിച്ച് സഹായിക്കുന്നത്. അതിനായിട്ട് ദൈവം തന്നെ മറ്റു ചിലരെ നിയോഗിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ, അവിടെ പല ആൾക്കാരും നിങ്ങളെ സഹായിക്കാൻ വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലാണോ ഒരു ഹെൽപ്പ് വേണ്ടിയത്, അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ദൈവം തന്നെ അങ്ങനൊരു വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും. ഇപ്പോൾ പൈസക്കൊക്കെ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുക. കാരണം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം കിട്ടിത്തുടങ്ങി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നതും ആയിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എവിടെയാണോ മറ്റുള്ളവരുടെ സഹായം ആവശ്യമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി തീർച്ചയായിട്ടും ആളുകളെ ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം മറ്റാരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു സഹായത്തിന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു കർമ്മയുണ്ട്. ഈ സമയം നിങ്ങളുടെ മുന്നിൽ സഹായത്തിന് വരുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സഹായിക്കേണ്ട ഒരു കടമയുണ്ട് എന്നുള്ളതാണ്. അത് ക്യാഷ് കൊടുത്ത് സഹായിക്കേണ്ട ഒരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ ഏത് തരത്തിലുമാകാം. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണിത്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായത്തിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊരു സഹായം ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പ്രണയാഭ്യർത്ഥനയുമായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു സാധ്യത കാണുന്നുണ്ട്. ഒരു പ്രണയാഭ്യർത്ഥനയുമായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രണയം വരുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കിത് ആരോടെങ്കിലും തോന്നുന്നതുമാകാം. ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാവാം. ഇവിടെ ഒരു നിങ്ങൾ ആരും ഇവിടെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലും നിങ്ങളോടോ ആ വ്യക്തിയോടോ ഉള്ളൊരു ഫിസിക്കൽ അട്രാക്ഷനാണ് ഇതിൽ കാണുന്നത്, ഈ ഒരു പ്രണയത്തിൻ്റെ പിന്നിലെ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിലൊരു ബാലൻസ് ഒക്കെ ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ അത് എൻഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ പോലും അത് സീരിയസ് ആയിട്ട് എടുക്കാതെ അത് നിങ്ങൾ വിട്ടേക്കുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ 2 സാഹചര്യങ്ങളെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു എനർജിയാണ്. പാസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം 2 സാഹചര്യങ്ങളെ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ആ ഒരു ഫീലിങ്ങോടുകൂടി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിരുന്ന 2 കാര്യങ്ങളെ നിങ്ങൾക്ക് ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ വന്നിട്ടുള്ളത് 2 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന് നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാകാം. കാരണം 2 ഓഫ് കപ്സ് കൂടെ വന്നപ്പോൾ അങ്ങനൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ജീവിത പങ്കാളിയായിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിലൊക്കെ ഒരു പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു നിങ്ങളുടെ ബിസിനസ്സിൽ പങ്കാളി വന്നേക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്രോഗ്രസ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ചില കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ ഇവിടെ റിസ്ക് എടുത്ത് ചെയ്യാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കതിലൊരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. അതിലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങളിപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതിനുള്ള പ്ലാനിങ്ങിലാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ചിലർക്ക് ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങളിവിടെ എന്തിനോ ആരെയോ കാത്തിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒരു കാത്തിരിപ്പിന് ശേഷം നിങ്ങളിലേക്കൊരു നന്മ എത്തിച്ചേരുമെന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് എൻഡാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങളുണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങളും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ളൊരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ അത് നിങ്ങളുടെ സൽപ്പേരാകാം, നിങ്ങൾ ചെയ്ത ഒരു പ്രോജക്റ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പൈസയാകാം. അതായത് ഇത് മറ്റാരെങ്കിലും ചിലപ്പോൾ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ഇവിടെ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങൾ വിട്ടുകൊടുക്കൂല എന്നൊരു തീരുമാനം ഈ ഒരു സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെ വിട്ടുകൊടുക്കുന്നില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലുള്ള പൈസ നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല എന്നായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങളിവിടെ പൊരുതി മുന്നേറാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ്. ശരിക്കും നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട്. 9 ഓഫ് വാൻസും ഉണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തൊരു ട്രാവൽ ആയിരിക്കാം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് വളരെ സ്പീഡിൽ ഒരു താമസവും ഇല്ലാതെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. പാസ്റ്റിൽ നിങ്ങൾ പകുതി ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ അത് ഈ ഒരു സമയം നിങ്ങൾ വളരെ സ്പീഡിൽ ചെയ്ത് അത് പൂർത്തിയാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാവാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിവിടെ അത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ഒരുപക്ഷെ ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരാം. മാത്രമല്ല നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന 1, 2, 3 കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം എന്നും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വിജയമാണ്. മനസ്സിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നും. അതായത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്ത് ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ ചെയ്ത് പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് പൈസ വരുന്നൊരു എനർജിയാണ്. ഇതുവരെ നിങ്ങൾ ചെയ്തൊരു കാര്യത്തിൽ നിന്നായിരിക്കില്ല നിങ്ങൾക്ക് ഈ ഒരു പൈസ കിട്ടുന്നത്. നിങ്ങൾക്ക് പുതിയൊരു കാര്യത്തിലൂടെ നിങ്ങളിലേക്ക് പൈസ വരുന്നൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ട് എന്നാണ് കാണുന്നത്. പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ വീട് വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതാവാം, പ്രോപ്പർട്ടി വാങ്ങുന്നതാവാം. അപ്പോൾ എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആകാം. അപ്പോൾ അതിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന വിധത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എത്തുന്നതിൻ്റെ ഒരു സാധ്യതയാണ് ഇതിൽ കാണുന്നത്. അതും ഒരു പുതിയ കാര്യമാണ്. നിങ്ങളിവിടെ പുതിയ എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു സാധ്യതയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്.
തീർച്ചയായിട്ടും അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ സക്സസ് ആണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ ഒരു സക്സസ് അത് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്ന്, ഒരുപാട് വിഷമങ്ങളൊക്കെ മറികടന്ന് നമ്മളൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിച്ച് ഒരു അഭിമാനമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അതായത് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ വിചാരിച്ചിട്ട് ഉണ്ടാവാം എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ. പക്ഷെ ഈ ഒരു സമയം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. മറ്റുള്ളവരും നിങ്ങളുടെ കഴിവുകളിൽ ഈ സമയം വിശ്വസിക്കുമെന്നുള്ളതാണ്. എൻ്റെ ജീവിതം ലീഡ് ചെയ്യാൻ ഞാൻ മതി എന്നുള്ളൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ എപ്പോഴും മറ്റൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, കുറേ ആളുകൾക്ക് നടുവിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിൽ ഒരു വലിയ വിജയം നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു പബ്ലിക് റെക്കഗ്നീഷനൊക്കെ കിട്ടുന്നുണ്ട്. പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പ്രൊമോഷൻ പോലുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ തൊട്ടടുത്തായിട്ട് വന്നിട്ടുള്ളത് എംപററാണ്. അപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സിംഹാസനം ഒരുക്കി അതിലിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥാനം അത് നിങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ വളരെയധികം അഭിമാനത്തോടു കൂടി നിന്നിരുന്ന ആ ഒരു സാഹചര്യം അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല ഇവിടെ നിങ്ങൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇമോഷണൽ ആകരുത്. നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നേക്കാം. അപ്പോൾ എന്നിരുന്നാലും ഇവിടെ ഈ ഒരു എംപറർ എന്ന് പറയുമ്പോൾ ഒരു ലോജിക് മൈൻഡുള്ള ആളാണ്. അപ്പോൾ ആ തരത്തിൽ മാത്രം നിങ്ങൾ കാര്യങ്ങളെ എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക. ഈ സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോള് നിങ്ങൾ തിരികെ പിടിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഈ ഒരു സമയം ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം ലഭിച്ച് ആ ഒരു ഇരിപ്പിടത്തിൽ നിങ്ങൾക്കിരിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിലൊരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നിങ്ങളെടുത്ത ആ ഒരു എഫേർട്ടിന് അതിന് അർഹിക്കുന്ന ഫലമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ജസ്റ്റിസ് ആണ് അടുത്തത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നീതിയാണ്. ഇതൊരു കർമ്മഫലമാണ്. നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ്. നിങ്ങളുടെ നല്ല കർമ്മത്തിന്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു നല്ല വിജയമുണ്ട്, നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിന്റെ ഫലമാണ്. ഈ ഒരു സമയം നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെയൊക്കെ മാറ്റി നിങ്ങൾ വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറച്ച് ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾക്ക് ഒരു റെസ്റ്റുമില്ലാതെ കുറച്ചധികം ജോലികൾ ചെയ്യേണ്ടി വരാം. ഒരു യാത്രയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതാവാം. അപ്പോൾ ഒരുപാട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരു റെസ്റ്റുമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഓടി നടന്ന് ചെയ്യേണ്ടിയ സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം എന്നുള്ളതാണ്.
അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. കുറേ ആൾക്കാർ ഈ സമയം വളരെ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പെട്ടെന്നൊന്നും ഒരാളിന് നിങ്ങളെ ഈ സമയം പറ്റിക്കാൻ പറ്റൂല. കാരണം ആ ഒരു സമയം പോലും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സഹായത്തിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരും. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നന്നായിട്ട് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു സൗഹൃദമായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു സൗഹൃദത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കുറേ നാൾക്ക് ശേഷം നിങ്ങളെ വന്ന് കണ്ട് ആ ഒരു സൗഹൃദം പുതുക്കുന്നതുമാകാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു 7 of Wands പറയുന്ന പോലെ നിങ്ങൾ ഒരു റിസ്ക് എടുക്കാൻ പോകുന്നതും. നിങ്ങളിവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷയോടെ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും ചെയ്ത് തീർക്കണം എന്നൊരു ചിന്തയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അർഹിക്കുന്ന ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.